അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും
നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെയും സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങളെ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ചില രസങ്ങളുണ്ടാവും. ബൈബിളിൽ ഒരിക്കൽ പറയുന്നതിനോട് ദൈവം ചില സമയത്ത് നേരെ അതിൻ്റെ എതിര് പറയും. അപ്പോൾ കൺഫ്യൂഷൻ ആകണ്ട, രണ്ട് ടൈമിൽ പറഞ്ഞ പോലെ കണക്കാക്കിയാൽ മതി. ജീവിതത്തിൻ്റെ രണ്ട് ഘട്ടം. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായി 9:13 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. അപ്പൊ നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ ആരെ വിളിക്കാനാണ്? പാപികളെ വിളിക്കാനാണ്. അപ്പം ഇത് ആണ് ഈശോയുടെ നിലപാട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ നിലപാട് മാറും. പാപികളെ വിളിക്കത്തില്ല. പാപം ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറയുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ പാപം ചെയ്തല്ലേ, പാപത്തിന് പരിഹാരം ഈശോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ അവസാനം പറയുവാണേ, ഇനി പാപം ചെയ്യാനുള്ള ആൾക്കാർ ചെയ്തോ, വ്യഭിചരിക്കേണ്ടവർക്ക് വ്യഭിചരിക്കാം, കക്കേണ്ടവർക്ക് കക്കാം, എല്ലാവർക്കും ലൈസൻസ് കൊടുക്കും. വെളിപാട് 22 അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞു കൊള്ളട്ടെ. ആരും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഒരു ദൂർത്തപത്തൊന്നും തിരിച്ചു വരണ്ട, അവിടെ തന്നെ കിടന്നാൽ മതി. ഒരു പ്രശ്നമൊന്നുമില്ല, പന്നിക്കൂടി തന്നെ കിടന്നാൽ മതി. കുറച്ച് നാൾക്ക് വെളിപാടിൻ്റെ പുസ്തകം എഴുതുന്ന കാലത്ത് തന്നെ, എഴുതുന്നതിന് കുറച്ച് നാൾ മുമ്പ് ഈ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടാവ് എഫേസ്യർ 4:28 മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്, കേട്ടാ. അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. അതായത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ബൈബിളാണ്. ഒരു ടൈം കഴിയുമ്പോൾ ആ ഓഫർ കഴിഞ്ഞ് പാപയ്ക്ക് കയറി വരാനും പാപക്ഷമ സ്വീകരിക്കാനും വേണ്ടിയുള്ള ഒരു ഓഫർ ടൈമുണ്ട്. ആ ഓഫർ ടൈം കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും സ്വീകരിക്കത്തില്ല. അതാണ് പറയുന്നത്, നീതി പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കട്ടെ. ഏറ്റവും രസം എന്ന് വെച്ചാൽ വെളിപാട് അടിപൊളി പുസ്തകമാണ്. വെളിപാട് പറയുന്നത് ഭീരുക്കൾ അവിശ്വാസികൾ. വെളിപാട് 21:8 എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ ഞാനവർക്ക് ദുഃഖ വെള്ളിയാഴ്ച അവിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സഭ. പക്ഷെ ബൈബിള് ഈ അവിശ്വാസികളെ കാണിക്കുന്നത് എന്താണ്? വിശ്വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം ദുരഭിമാനം കൊണ്ടും സ്വന്തം തന്നത്തെ അയാൾ തന്നെ ദൈവമായിട്ട് അയാൾ അംഗീകരിക്കുന്ന കാരണവും ഈ ഹ്യൂമനിസ്റ്റിൻ്റെയൊക്കെ പ്രശ്നം അതാണല്ല. വലിയ മാനവികതയൊക്കെ പറയുന്നതിൻ്റെ പേരിൽ എന്താണ്? താൻ തന്നെ ദൈവം എന്നുള്ളതാണ് വിഷയം, മനുഷ്യൻ തന്നെ ദൈവം. അപ്പം ആ ഒരു ഐഡിയയിലേക്കാണ് ഈ ഹ്യൂമനിസ്റ്റൊക്കെ പോണത്. ഉൾക്കൊണ്ട ഒരു കാര്യം ബൈബിൾ തന്നെ ഒന്നും ഉൾക്കൊള്ളില്ല. കാര്യം അതന്നെ അങ്ങനെ കണ്ടിരിക്കുന്നത്
അവൻ ധൈര്യമില്ലാത്തവനാണ്. എന്താണ്? ദൈവത്തെ ഏറ്റു പറയണമെങ്കിൽ കുറച്ച് ധൈര്യം ഉണ്ടാകണം. അവനപ്പോൾ ധൈര്യമില്ലാത്തവന് മനുഷ്യൻ്റെ മുമ്പിൽ ദുരഭിമാനം കൊണ്ട് വിശ്വാസം ഏറ്റു പറയാൻ പറ്റാത്തവൻ ആരാണ്? ഭീരുക്കളാണ്. ആ ഭീരുക്കൾ തന്നെയാണ് അവിശ്വാസികൾ. അവിശ്വാസികളുടെ റാങ്ക് എന്ന് പറയുന്നത് ആരുടെ റാങ്കാണ്? വ്യഭിചാരികളെ, കൊലപാതകളെന്ന് പറഞ്ഞ റാങ്ക് കിടക്കണത്. അപ്പം അവിശ്വാസികൾ നെളിയേണ്ട ഒരു കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് അല്ല, അത് നിങ്ങളുടെ ശാപമാണത്. കാര്യം വിശ്വസിക്കാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ച ക്രമീകരണത്തെ വെറുതെ നോക്കിയാൽ മതിയല്ല. ഞാൻ ചിലപ്പോൾ ഓർക്കുകയും, ഈ വലിയ തടാകം പോലുള്ള മേഘങ്ങളല്ലേ ഈ നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുന്നത്, അത് അങ്ങനെ തന്നെ പൊത്തുവെന്നും പറഞ്ഞ് ഇപ്പോൾ വീഴുന്നത് കൊണ്ടല്ലേ നിലച്ചെറിയ സമയത്ത് മിന്നൽ പ്രളയങ്ങളൊക്കെ ഉണ്ടാകണം. കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രവചനാതീതമായിട്ടുള്ള ഭവിഷ്യത്തുകളെന്നൊക്കെ പറയുന്നത് ഇനിയുള്ള കാലങ്ങളിൽ പേടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഞാൻ ഓർക്കുവേ, ഈ തടാകം വലിയ തലക്ക് മുകളിൽ നിൽക്കുന്നത് എത്രയോ ടണ്ണായിരിക്കും, എത്രയോ കിലോമീറ്റർ ആയിരിക്കും. ആ മേഘങ്ങളെയൊക്കെ ആ വെള്ളക്കെട്ട്, അത് വെള്ളക്കെട്ടാണല്ലോ, ആ വെള്ളക്കെട്ടിനൊക്കെ അത് തലക്ക് മുകളിൽ കാറ്റിൽ പറക്കാവുന്ന ഒരു പരുവത്തിലാക്കി മേഘമാക്കി മാറ്റുന്ന പിന്നിലുള്ളൊരു ബുദ്ധിയില്ലേ, അത് ആർക്കാണ് മനസ്സിലാകാത്തത്? അതാണ് പൗരസഭം പറയണത്. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതൊക്കെ അറിയാവുന്ന, എന്നാൽ ആ രീതിയിലാണ് ലോകത്തിൻ്റെ ഈ ക്രമീകരണം വച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ദുരഭിമാനം കൊണ്ട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പരിണാമവാദത്തെ ആൾക്കാർ, പരിണാമവാദം നടക്കണമെന്നില്ലെന്നല്ല, സൃഷ്ടികൾക്ക് ശേഷങ്ങളിൽ പരിണാമം ഉണ്ടാവും. സൃഷ്ടമായിട്ടുള്ള അത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാമല്ല. സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പരിണാമങ്ങൾ സൃഷ്ടിയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന പരിണാമങ്ങളും ഉണ്ടാകും. പക്ഷെ പരിണാമം മാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ വലിയ അയുക്തി എന്തുണ്ട്? അപ്പോഴേ ഇതൊക്കെ മനുഷ്യർ സൂക്ഷിക്കുമ്പോൾ അവിശ്വാസികളെന്ന് പറയുന്ന ഒരു വർഗം ശരിക്കും പറഞ്ഞാൽ അത് യുക്തിസഹമല്ല. ശരിക്കും അതാണ് ബൈബിളിൻ്റെ ഒരു കണക്ക്. അവർ വിശ്വാസം ഏറ്റു പറയാൻ ഭീരുക്കളാണ്. അതുകൊണ്ടാണ് ഭീരുക്കൾ അവിശ്വാസികളെന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം വിശ്വാസം ഏറ്റു പറയുന്നത് ധൈര്യമാണ്. തന്നെയല്ല, ഈ നിരീശ്വര പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ച ആൾക്കാരെ പലരെയും കാണുക. പക്ഷേ ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതുമാത്രം രക്തസാക്ഷികളാണ് ഉള്ളത്. അവർക്കൊക്കെ അനുഭവങ്ങളില്ലാതിട്ടാണ്. ദൈവാനുഭവം എന്ന് പറയുന്നത് ആന്തരികമാണത്. ആ അനുഭവമുള്ളവർ ആ ബോധ്യത്തിൽ തന്നെ അവർ ജീവിക്കും. അതിനെതിരെ അതിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ജീവനായും കൊടുക്കണത് അതിന് പകരം. അതാണ് ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത് ഭൂമി നിൽക്കുന്നതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം, ഈ അവസാനം അവസാനം വരെ ദൈവം ഇങ്ങനെ അനുതാപത്തിലേക്ക് പാപികളെ വിളിക്കുന്നുണ്ടെങ്കിലും അനുതാപത്തിൻ്റെ അവസരം നഷ്ടപ്പെടുന്നു. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവൻ അവസരം ലഭിച്ചില്ല. അവന് അവസരം ലഭിച്ചില്ലെന്ന്. അപ്പം അനുതാപം ഒരു അവസരമാണ്. അത് കാരണം ആ അവസരം ദൈവം തന്നിട്ട് ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നീ എൻ്റെ അനുതാപം സ്വീകാര്യമല്ലാതെ വരും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഇനി അനീതി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? തിന്മ ചെയ്യുന്നവൻ തിന്മ ചെയ്യട്ടെ. അപ്പം ഈ അവസരം ഒരു നോമ്പ് കാലം ഒരു അവസരമാണ്. ഓരോ മനുഷ്യർക്കും ഇതുപോലെ ദൈവം ഓരോ സമയം കൊടുത്തിട്ടുണ്ട് അവസരം. ആ അവസരത്തെ തന്നെ അവനെ അനുദപിക്കണം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അനുതാപം സ്വീകാര്യമായിരിക്കത്തില്ല. സ്വീകാര്യമായ സമയത്താണ് നമ്മുടെ അനുതാപം പോലും ദൈവം സ്വീകരിക്കുന്നത്. ബൈബിളിലെ 2 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നില്ലേ, അത് ഇതാണ് സ്വീകാര്യമായ സമയം. 2 കൊരിന്ത്യർ 6:2 അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത്
ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഈ നോൻപ് കാലത്തിന്റെ അരൂപി മനസ്സിലായിക്കൊണ്ട് അനുതാപത്തിലേക്ക് വന്ന് ദൈവത്തെ സ്വീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആദ്യമായി എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ അൾത്താരയിൽ വന്ന് നിൽക്കാൻ ഭാഗ്യം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നു, ആറന്മുള എന്ന സ്ഥലത്തു നിന്ന്. ഞാൻ ഹിന്ദുവാണ്. പുഷ്പലത. ഞാൻ ഇവിടെ വന്ന് 2019 ഞാൻ ഈ കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത്. ഒരു പത്രം എനിക്ക് ഒരാൾ തന്ന്, ഞാൻ അന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അടൂരൊരു പള്ളിയിൽ ഇതുപോലെ പോയപ്പോൾ അവിടെ 2 പത്രം കിടക്കുന്നു. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ എനിക്ക് ഈ പത്രം ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അതിനെന്താ തരാമെന്ന് പറഞ്ഞൊരു പത്രം എനിക്ക് തന്നു. ആ പത്രത്തിൽ കണ്ട വിലാസം നോക്കി ഞാനിവിടെ വന്ന് കലവൂരുന്ന സ്ഥലത്താണെന്ന് അതിലെഴുതിയിട്ടുണ്ട്. എനിക്കൊന്നുമേ അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് അന്ന് ഞാൻ ഉടമ്പടിയൊന്നും എടുത്തില്ല. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ തന്നെ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ 2-3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു. എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് എൻ്റെ ഓരോ അനുഭവങ്ങളും ഞാൻ എൻ്റെ അമ്മയോട് സങ്കടങ്ങൾ പറഞ്ഞു. എനിക്കൊരു വീടില്ല, വീട് മൊത്തം പോയി കിടക്കുക, ചോർന്നൊലിച്ച് എല്ലാം നഷ്ടപ്പെട്ട്. എൻ്റെ മകനുണ്ട്, അവൻ എൻ്റെ വീടൊന്നും നോക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഈ വീടിങ്ങനെ കിടക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ഭർത്താവാണെങ്കിൽ രോഗി കിടപ്പാണ്, അദ്ദേഹത്തിന് യാതൊന്നിനും ജോലിക്ക് പോകാനും ഒന്നും വയ്യ. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, അതിനെന്നാ നമുക്ക് ഇത് വീടിൻ്റെ മേൽവശം പൊളിച്ച് കളഞ്ഞിട്ട് നമുക്കത് ശരിയാക്കാമെന്ന് പറഞ്ഞു. മഴ വരുമ്പോഴെല്ലാം ചുവന്നൊലിച്ച് കിടക്കുവാണ്. അവിടുന്ന് ഞാൻ പിന്നെ ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ പറഞ്ഞു, വേണ്ട, ഇതിന്ന് ഒന്നിനും പോകണ്ട. അപ്പോൾ എനിക്കൊന്ന് തോന്നി, പഞ്ചായത്തിലൊന്ന് പറഞ്ഞാൽ എന്നാ വീടിന് കിട്ടുമല്ലോ എന്നും കണ്ട് പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് അതിനെന്നാ തരാമെന്ന് പറഞ്ഞ് വീടിന് സാക്ഷിയായി കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞു, ആ വീട് നമുക്ക് വേണ്ട, നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വീടേ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോഴും ഇവൻ പറഞ്ഞു, ഇവൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് ഇവന് ഒരു പൈസ പോലും നമുക്ക് തരുത്തുമില്ല, ഒന്നുമേ ഇല്ല. അപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീടിന് വേണ്ടി ഇവൻ പറഞ്ഞു വേണ്ട, നമുക്കത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാനിങ്ങനെ ഓർത്തിരുന്നപ്പോൾ ഞാൻ ഓർത്ത്, ഇത് പറ്റത്തില്ല, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ എവിടെ പോകും എന്നിങ്ങനെ കണ്ട് ഞാൻ പഞ്ചായത്തിൽ ചെന്ന് പറഞ്ഞ അവർ പറഞ്ഞു, നിങ്ങൾക്ക് വീടിന് അനുവദിച്ചത് ഇതുപോലെ നഷ്ടപ്പെട്ട് വേറൊരാൾക്ക് കൊടുത്തെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് വന്ന് എൻ്റെ അമ്മയുടെ പത്രം എടുത്ത് എനിക്ക് ബുക്ക് കൊണ്ട് ആ പുസ്തകത്തിൽ പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ ഈശോയും അമ്മേ, എനിക്ക് കയറിക്കിടക്കാനൊരു സ്ഥലം എനിക്ക് തരണേ, എനിക്ക് ഒന്നുമേ ഇല്ല, ആരുമില്ല എന്നെ സഹായിക്കാൻ എന്ന് പറഞ്ഞ് അവിടുന്ന് പിറ്റേ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ആ മെമ്പർ വന്ന് പറഞ്ഞ്, അമ്മയ്ക്ക് വീട് അനുവദിച്ചിട്ടുണ്ട്, അമ്മ വന്ന് അതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് ചെന്ന് എൻ്റെ വീടിന് അനുവദിച്ച് ഞാൻ അമ്മയെ ആ അനുവദിച്ച ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ അമ്മയ്ക്ക് വെച്ച് ആ 3 മാസം കൊണ്ട് എൻ്റെ വീടിൻ്റെ പണി എൻ്റെ ഈശോയും എൻ്റെ അമ്മമാതാവും കെട്ടിത്തറപൊക്കി 4 ലക്ഷം രൂപയിലെ ഒരു പൈസ പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. വാർപ്പ് നിരപ്പ് അതെല്ലാ സാധനവും നമ്മൾ ഇച്ചിരി മലയുടെ മണ്ടയ്ക്കാണ് താമസിക്കുന്നത്. അത് ബാക്കിയുള്ള പണിയൊന്നും ചെയ്യാൻ എൻ്റെ പൈസ ഇല്ല. അപ്പോൾ എൻ്റെ ഭർത്താവിന് രോഗശയ്യയിലായി 2 പ്രാവശ്യം വീണു. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടുന്ന് ഞാൻ അദ്ദേഹത്തെയും കൊണ്ട് പോയി അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് എൻ്റെ മകൾ തിരുവല്ലയില്ല. ഞങ്ങൾ അവിടെ വന്ന് വീട്ടിൽ വെച്ച് അപ്പോൾ ഈ ഷെഡിനകത്ത് കൊണ്ട് അദ്ദേഹത്തെ കിടത്താൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ മോളുടെ അടുത്ത് പോയി താമസിച്ച് കഴിഞ്ഞ് ഞാൻ ഓർത്ത്, മാതാവേ അവിടുന്ന് എനിക്കൊരു ഭവനം തന്നിട്ടുണ്ട്, ഈ മനുഷ്യനെയും കൊണ്ട് ഞാൻ അവിടെ പോയി ജീവിക്കാൻ അദ്ദേഹത്തെ എനിക്ക് അവിടെ കൊണ്ട് എത്തിച്ച് തരണേന്ന് എൻ്റെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ അമ്മ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഞാൻ ആ ഷെഡിനകത്ത് കിടക്കുന്ന വെള്ളമെല്ലാം ഒലിച്ച് കയറും. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് തന്ന ഭവനത്തിൽ നിന്ന് ബാക്കി പണിയെല്ലാം കിടക്കുക, വാർത്തിട്ടതേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞു, എൻ്റെ പരിശുദ്ധ അമ്മേ എനിക്ക് യാതൊരു നിവൃത്തിയില്ലേ, എൻ്റെ വീടിൻ്റെ പണി എനിക്ക് പൂർത്തീകരിക്കാൻ എനിക്കൊരു പൈസ പോലും ഇല്ലേ എന്ന് പറഞ്ഞു എൻ്റെ അമ്മയോട് സങ്കടപ്പെട്ട് കഴിഞ്ഞ് ഞാൻ ബാങ്കിൽ ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവിടെ കടമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് സാറേ എനിക്ക് ഇച്ചിരി പൈസ തന്നേ പറ്റത്തുള്ളെന്ന് പറഞ്ഞു.
എത്ര രൂപ വേണം നിങ്ങൾ അടയ്ക്കാനുണ്ടല്ലോ? ഞാൻ പറഞ്ഞു ഞാൻ അടച്ചോളാം, കുറേശ്ശെ ഞാൻ അടച്ചോളാം. നിങ്ങൾക്ക് എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു മാതാവേ സാറേ എനിക്കൊരു 2 ലക്ഷം രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനാ. ആ 2 ലക്ഷം രൂപ മതിയോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ലക്ഷം രൂപ മതി, കാര്യം എനിക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ പറഞ്ഞു ശരി തരാമെന്നും പറഞ്ഞാൽ 2 ലക്ഷം രൂപയും കൊണ്ടുവന്ന് ബാക്കിയുള്ള പണി പൂർത്തീകരിച്ചു. എൻ്റെ മാതാവ് ഈശോയും എനിക്ക് ഇത്രയേറെ നന്ദി തന്നു. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എത്ര സ്തുതിച്ചാലും മതി വരില്ല. ഞാനിന്ന് അതിനകത്താണ് താമസിക്കുന്നത്. പിന്നെ എനിക്ക് എൻ്റെ കുഴി വെള്ളം കിണറ്റിലുണ്ടായിരുന്നു. എല്ലാ ഉണക്ക സമയത്തും വെള്ളം പറ്റിപ്പോവും. എൻ്റെ മാതാവേ ഞാൻ ഉപ്പ് കൊണ്ടുവന്ന് വെഞ്ചരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ കിണറ്റിലിട്ട് ഇന്ന് ഞാൻ കോരിക്കൂടി. ഇന്ന് ഞാൻ മോട്ടറടിച്ച വെള്ളം രാവിലെ എൻ്റെ ആവശ്യത്തിനെടുത്ത് ഇഷ്ടം പോലെ എനിക്ക് വെള്ളം എൻ്റെ മാതാവ് തന്നു. എനിക്ക് കയറി കിടക്കാൻ എല്ലാവരും ആ ഇടയിൽ എല്ലാവരും പറയുന്നു നീ എങ്ങനെ വീട് വെച്ചു, നീ എങ്ങനെ തന്നു? ഞാൻ അപ്പോഴും പറഞ്ഞു എൻ്റെ അമ്മ മാതാവ് ഈശോയും എനിക്ക് തന്നേ, എനിക്കല്ലാതെ ആരുമില്ല. എൻ്റെ മോൾ എന്നോട് പറഞ്ഞു അമ്മ എങ്ങനെ ഇത് വെച്ച്? അപ്പോഴും ഞാൻ പറഞ്ഞു ഈശോയും അമ്മയാണ് എനിക്ക് തന്നത്. ഇന്ന് ഞാൻ അവിടെ എന്നെ 5:30 ആകുന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിക്കും. ഞാനൊരു ഹിന്ദുവാണ്, എന്നാലും എൻ്റെ ഭർത്താവിനെ വിളിക്കും. എടി പ്രാർത്ഥിക്കുന്നില്ലയോ? ഞാൻ എണ്ണീറ്റ് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണം ചൊല്ലി. എന്ന് ഞാൻ ആ ചൊല്ലി ഇന്ന് ഞാൻ ആ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും എൻ്റെ അമ്മ ഈശോയെ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. പിന്നെ എൻ്റെ മോടെ തലയിൽ ഭയങ്കര ഉയരത്തിൽ നിന്ന് ഒരു തേങ്ങ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ തലയുടെ ഉച്ചയ്ക്ക് വന്ന് വീണ് അവളെ ഞാൻ പോലും അറിഞ്ഞില്ല. എന്നോട് പറയാതെ ഒരു കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഞാനിവളെ വിളിച്ചെണ്ണ പറഞ്ഞു അവളെ ആശുപത്രി കൊണ്ട്. കുഞ്ഞ് പറഞ്ഞു അമ്മയെ ആശുപത്രിക്ക്. ഞാൻ ചോദിച്ചു എന്താ മോനെ? അമ്മയുടെ തലയിൽ ഒരു തേങ്ങ വീണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും? ഞാൻ കൈയും കാലും മുഖവും കഴിയിച്ച് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മേ അവയ്ക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ഒറ്റ മോളെ ഉള്ളേ. മാതാവേ നീ കാത്തോണേ, നീ കൂടെ പോണേ, എൻ്റെ കുഞ്ഞിനൊന്നും വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അവിടുന്ന് സ്കാൻ ചെയ്ത് അതിശയമായിട്ട് ഡോക്ടർ പറഞ്ഞു യാതൊരു കുഴപ്പങ്ങളും ഇല്ലെന്ന്. ഇനി മോളായി നിൽക്കുന്നത്. അവൾക്ക് ഈ സമയം വരെ ഞാൻ എപ്പോഴും ചോദിക്കും മോളെ തലയ്ക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഒത്തിരി 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 എൻ്റെ അമ്മ മാതാവ് തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും എൻ്റെ അമ്മ അത് കേൾക്കും. പരിശുദ്ധ അമ്മേ ഇനിയുള്ള കാലം മുഴുവനും എൻ്റെ അമ്മയെ ഈശോയെ മാത്രം മതി എനിക്ക്. അങ്ങനെ ഞാൻ ജീവിക്കുന്നത്. ഇത്രയും നന്ദി പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഈ അൽത്താരെ കയറി ഞാൻ ആദ്യമായിട്ടാണ് കയറി ഇങ്ങനെ മൈക്ക് പിടിച്ച് സംസാരിക്കുന്നത്. എൻ്റെ അമ്മ ഈശോയും 1 കോടി നന്ദി, 1 കോടി നന്ദി. എത്ര പറഞ്ഞാലും മതിയാവില്ല. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് വീണ് കിടന്ന് ഞാൻ ഇപ്പോൾ 2.5 വർഷമായി കിടന്ന കിടപ്പിലാണ്. എല്ലാം അദ്ദേഹത്തിന് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി നടക്കത്തില്ല. എൻ്റെ മോൻ ചോദിച്ചു നിങ്ങൾ വലിയ ഭക്തയാണല്ലോ അമ്മ എന്താ അച്ഛനെ നടത്താത്തത്? ഞാൻ എൻ്റെ അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പും തൈലവും എന്ന് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കാലെ പുരട്ടുമായിരുന്നു. ഇപ്പം അദ്ദേഹം തന്നെ എഴുന്നേറ്റ് നടക്കും. എൻ്റെ അമ്മയെ ഈശോയെ 1000 കോടാനുകോടി നന്ദി. അദ്ദേഹം നടക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് 1 കോടി നന്ദി, 1 കോടി. എത്ര സ്തുതിച്ചാലും മതി വരില്ലേ. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രായമായി ഞാൻ എൻ്റെ ഭർത്താവിനെ ഇതെല്ലാം നോക്കിയിട്ട് ഞാനിങ്ങനെ ഒന്നിനും പോയിട്ടില്ല. പക്ഷേങ്കിൽ എന്നോട് എവിടെ വെച്ച് ഒരച്ഛനും അമ്മയും പ്രായമുള്ളവരാരും എനിക്ക് ബസ്സെന്ന് പറഞ്ഞാലും മോളെ എനിക്ക് തരാൻ പറഞ്ഞ് ഞാൻ 10 രൂപ വെച്ചാൽ 100 രൂപ കൊടുക്കും. എൻ്റെ കയ്യിലില്ല കൊടുക്കാൻ, എന്നാലും ഞാൻ കൊടുക്കും. അത്രയും എനിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്തു. അതാണ് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി. അല്ലാതെ പത്രം കൊണ്ട് കൊടുക്കും. ഞാൻ എല്ലാവരും എന്നോട് പറയും പത്രം കൊണ്ട് കൊടുക്കാൻ ചെല്ലുമ്പോൾ പറയും ഇതെന്തിനാ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ, ഇതെന്തിനാ ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറയാം അങ്ങനെ പറയല്ലേ. ഇതാ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അവരോട് പറയും. ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ മാസം ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് നിന്ന് എല്ലാവരും എൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ചു. ആരും പറഞ്ഞില്ല വേണ്ടാന്ന്. ഞാൻ ഇത്രയും നന്ദി എനിക്ക് തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും 1 കോടി നന്ദി. എത്ര സ്തുതിച്ചാലും മതി വരില്ല. ആത്മീയ ജീവിതം ഞാൻ 5:30 ആകുമ്പോൾ
എൻ്റെ ഭർത്താവ് വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കും. സന്ധ്യാപ്രാർത്ഥനയുണ്ട്, അതിതുവരെ മുടങ്ങിയിട്ടില്ല. ചില ദിവസം ഇച്ചിരി താമസിക്കും, എന്നാലും ഞാൻ ഈശോയോടും അമ്മയോടും പറയും, അമ്മേ ഞാൻ ഇത്രയും പണി, ഒരു ചെറിയ പണിയുണ്ട് എനിക്ക്, ഞാൻ അതിനും പോയിട്ട് വന്ന് വീട്ടിലെ ജോലി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. അമ്മേ ഞാൻ എൻ്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയത് അമ്മേനോട് ക്ഷമിക്കണേ എന്ന് പറയും. എന്നാലും ഞാൻ എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതില്ല പ്രാർത്ഥിക്കും. എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി. ബൈബിളിൽ ഞാൻ വായിക്കും, ജപമാല മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കും. എനിക്ക് കാല് മടക്കത്തില്ലായിരുന്നു, ഞാൻ ആ മുട്ടുകാലയിൽ നിന്ന് ആ ജപമാല തീരുന്നിടം വരെ ഞാൻ പ്രാർത്ഥിക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മാതാവേ, ഈശോയ്ക്കും കോടാനുകോടി. അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ ആൾത്താരയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയാനായിട്ട് അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് റീഷ്ണ. ഞങ്ങൾ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 19 ഇവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയാനിടയായത് എൻ്റെ ഫ്രണ്ടിലൂടെയാണ്. അവൾ ആദ്യമായി സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ഫ്രണ്ടായിരുന്നു, അടുത്തായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ കുറച്ച് നാളായിട്ട് അവർ വേറെ ദൂരെ ഒരു സ്ഥലത്ത് താമസിക്കുന്നു, കോണ്ടാക്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവൾക്ക് അമ്മ മാതാവ് ഞങ്ങളെക്കുറിച്ച് സ്വപ്നം കാണിച്ചു. അങ്ങനെയാണ് ഇവിടെ വരാൻ സാഹചര്യം ഉണ്ടായത്. ഇത് ഹസ്ബൻഡ് അവിടെ ഒരു ഫിനാൻസ്, ഷാജിത്ത് എന്നാണ് പേര്, ഫിനാൻസ് കമ്പനി നടത്തുമായിരുന്നു പാർട്ട്ണർഷിപ്പുമായിട്ട്. കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കൊറോണ വന്നതിന് ശേഷം ബുദ്ധിമുട്ടുള്ള ആ സമയത്തായിരുന്നു അവൾ സ്വപ്നം കണ്ടിട്ട് ഞങ്ങളെ വിളിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള ആ സമയത്ത് ഒന്നുകിൽ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ നാട് വിട്ട് പോകണമെന്നായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് അവൾ വിളിച്ച് പറഞ്ഞു, ദൂരെ എവിടെയോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണുന്നു അവൾ. മാതാവ് അവളെ ഹസ്ബൻഡിനെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഉടമ്പടി എടുക്കാനായിട്ട് ഞങ്ങൾക്കിവിടെ ബസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതെന്ന് അവളാണ്. വരാനുള്ള പൈസയെല്ലാം തന്ന് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചത് അവൾ തന്നെയാണ്. അങ്ങനെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആ കാര്യങ്ങളെല്ലാം ഹസ്ബൻഡ് പറയുന്നതായിരിക്കും. മാതാവിനും തിരുവുമാരും ഒരായിരം നന്ദി. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. ഭാര്യ പറഞ്ഞതുപോലെ നമ്മളൊരു ഫാമിലി ഫ്രണ്ട്, അതായത് ഞാൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അതുപോലെ തന്നെ അവർ സ്വപ്നത്തിൽ കാണുകയും ഞങ്ങളെ വിളിച്ച്, അവർക്ക് സംശയമായിരുന്നു ഞങ്ങളിങ്ങനെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങൾ. ഞാൻ രാത്രി 1 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റിരിക്കുന്ന അവസ്ഥയായിരുന്നു. സാമ്പത്തികമായി തകർന്നപ്പം 25 വർഷത്തെ ഞങ്ങളുടെ സമ്പാദ്യങ്ങളെല്ലാം ആ കൊറോണയ്ക്ക് ശേഷമുള്ള സാമ്പത്തിക പ്രശ്നത്തെ നഷ്ടപ്പെട്ടു. അതിനുശേഷം എന്നെക്കൊണ്ടത് തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റുകൾ എനിക്ക് വന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുന്ന അവസ്ഥകളായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, മുന്നോട്ടുള്ള എൻ്റെ ഭാവിയെക്കുറിച്ചും എനിക്ക് ചിന്തിക്കുമ്പം ഒരു ഉത്തരവും കിട്ടുന്നില്ല. എങ്ങനെ ബാധ്യതകൾ തീർക്കും, എനിക്ക് കൊടുക്കാനുള്ളവരുടെ കുറേ പൈസകൾ ഞങ്ങൾ ബാധ്യതകളുണ്ടായിരുന്നു. അവരോട് എന്ത് ആൻസർ പറയുമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥകളായിരുന്നു. ആ സമയത്തായിരുന്നു മാതാവിനെക്കുറിച്ച് ഞങ്ങൾ ഫാമിലി ഫ്രണ്ട് പറയുന്നതും അവർക്ക് സ്വപ്നത്തിൽ എൻ്റെ അവസ്ഥ കാണുന്നതും അവർ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നതായിട്ട് അവർ സ്വപ്നത്തിൽ കാണുകയും ഞങ്ങൾക്ക് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തെന്ന് ഞങ്ങളിവിടെ വന്നു. ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷങ്ങളിൽ ഞങ്ങളുടെ മാറ്റങ്ങൾ ഞങ്ങൾ വന്നു തുടങ്ങി. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ആദ്യത്തെ ജപമാല റാലിയിൽ പങ്കെടുത്തു. ജപമാലയ്ക്ക് ശേഷം എനിക്ക് ഇൻകം ടാക്സിൽ നിന്ന് കുറച്ച് എമൗണ്ടുകൾ വരാറുണ്ടായിരുന്നു. ആ എമൗണ്ട് ഒരു രീതിയിലും കിട്ടാൻ സാധ്യതയില്ലായിരുന്നു. അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ കാശുരൂപം തന്ന് അനുഗ്രഹിച്ചു. ഈ കാശുരൂപം കൊണ്ട് ഞാൻ ഇൻകം ടാക്സ് ഓഫീസിൽ പോയി സംസാരിച്ചു. എങ്ങനെയാണെന്നറിയില്ല, ഒരു ഇൻകം ടാക്സ് ഓഫീസർ ഒരിക്കലും ഒരു കസ്റ്റമറോട് പെരുമാറുന്ന രീതിയിലായിരുന്നില്ല എന്നുള്ള അവരുടെ സമീപനം. ഇത്രയും ഹൃദ്യമായിട്ടും എൻ്റെ കാര്യത്തിൽ അവർ പേഴ്സണലായിട്ട് ഇടപെട്ടുകൊണ്ട് അവരുടെ പേഴ്സണൽ മൊബൈലിൽ നിന്ന് ഹയർ അതോറിറ്റിക്ക് സംസാരിക്കുകയും എനിക്ക് കിട്ടാൻ ഒരു രീതിയിലും അത് കിട്ടാൻ പറ്റാത്തൊരു എമൗണ്ട് എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ, മാതാവിൻ്റെ അവർക്ക് തോന്നിച്ചാന്നറിയില്ല, എന്നാലും ആ രീതിയിൽ അവരെനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അത്രയും എമൗണ്ടുകൾ എനിക്ക് ഒരു 90% എമൗണ്ട് അതിൽ തിരിച്ച് കിട്ടി. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു, വലിയൊരു മിറാക്കിളായിരുന്നു അത്. അതിനുശേഷം എനിക്ക് സാമ്പത്തിക സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള താല്പര്യം എനിക്കുണ്ടായിരുന്നില്ല. അതുവരെ കമ്പനിയുടെ 70%
ഉത്തരവാദിത്വം എൻ്റെ തലയായിരുന്നതുകൊണ്ട് എന്നെ എൻ്റെ പാർട്ട്നേഴ്സ് ഒഴിവാക്കില്ല എന്ന് എനിക്കറിയായിരുന്നു. എന്നിരുന്നാലും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് ഈ സ്ഥാപനം നടത്തി പോകാൻ താല്പര്യമില്ല, എൻ്റെ പാർട്ട്നേഴ്സ് അത് ഏറ്റെടുക്കട്ടെ. അങ്ങനെ ഇതും ഒരു മിറാക്കിൾ തന്നെയായിരുന്നു. അവരും എന്നെ അത് എത്രയും പെട്ടെന്ന് എന്നെ ലീഗലായിട്ട് ഇപ്പം ഞങ്ങൾ കഴിഞ്ഞ നവംബറിൽ എന്നെ ലീഗലായിട്ട് അവർ കമ്പനി ഒന്ന് ഒഴിവാക്കി തന്നു. ബാധ്യതകൾ ഇനിയും കുറച്ചുണ്ട്, ഞാൻ ഏറ്റെടുക്കുക, അത് കൊടുത്തു തീർക്കാൻ എനിക്ക് പറ്റും. ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എന്നെ എത്തിച്ചതും മാതാവ് തന്നെയാണ്. ഇപ്പം കമ്പനിയിൽ നിന്ന് ലീഗലായി ഞാൻ ഒഴിവായി. ഇനി മറ്റു കാര്യങ്ങൾ മാത്രമേ കുറച്ച് ബാധ്യതകൾ മാത്രമേ ഉള്ളൂ, അതും തീർക്കാൻ പറ്റും. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഇത്രയും സംഭവിച്ചത്. ജീവിതത്തിൽ അതുപോലെ കൊച്ചു നിറയെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ചില അപകടങ്ങളിൽ നിന്നും പല പ്രാവശ്യം ഞങ്ങൾ രക്ഷപ്പെട്ടതും കാര്യങ്ങളൊക്കെ. അത്യാവശ്യം മദ്യപാനശീലം ഉണ്ടായിരുന്ന എന്നെ ഇപ്പം പൂർണ്ണമായിട്ടും മദ്യപാനശീലം ഒഴിവായി. ഇപ്പോൾ സന്തോഷമായ ജീവിതം നയിച്ചുകൊണ്ട് പോകുന്നു. ബാധ്യതകളുണ്ടെങ്കിലും വലിയൊരു ആ ടെൻഷൻ ഉണ്ടായിരുന്ന അനുഭവിച്ച ടെൻഷൻ കാര്യങ്ങളൊക്കെ ഒരു 90% ഇപ്പം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയിൽ നിന്ന് ലീഗലായിട്ട് ഒഴിവാകാൻ പറ്റി. പക്ഷേ ഒരു 8 മാസക്കാലം ജോലിയൊന്നും ഇല്ലാതെ നടന്നിരുന്നു. ആ സമയത്ത് കമ്പനി തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ഫിറ്റ്നസ് സെൻറ്ററിൽ ഇപ്പോൾ ജോലിയും ചെയ്യുന്നുണ്ട്. അതെല്ലാം അമ്മ മാതാവിൻ്റെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാനിവിടുന്ന് കൊണ്ടുപോകുന്ന പത്രം അവിടെ ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. അപ്പം അവിടെയുള്ള പള്ളികളിലും ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞങ്ങളുടെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. കുറേ പേരൊക്കെ ആദ്യം പറഞ്ഞതുപോലെ ഒത്തിരി പേര് വേണ്ടാന്നൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അതിലും ആദ്യമൊക്കെ വിഷമമുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല ഇതായി. അത് ഒത്തിരി പേര് സന്തോഷത്തോടെ വാങ്ങിയിട്ടുണ്ട്. കൂടുതൽ ചോദിക്കും അവരുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. കാരുണ്യ പ്രവർത്തനമായിട്ട് എല്ലാ വിധത്തിലും സാമ്പത്തികം അല്ലാത്ത രീതിയിലും ഞങ്ങൾ ആർക്ക് എന്തൊക്കെ സഹായങ്ങൾ വേണമെങ്കിലൊക്കെ ചെയ്യാറുണ്ട്. അവിടെയുള്ള ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്, അവിടെ പോയി അവർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കും. അതല്ലാതെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഭക്ഷണം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ, അല്ലാത്ത വലിയ സെലിബ്രേഷനൊന്നും ഞങ്ങൾ ചെയ്യാറില്ല വീട്ടിൽ. പിന്നെ വേറെ അവിടെ രോഗികളൊക്കെ ആയിട്ടുള്ളവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങളാൽ കഴിയുന്ന പൈസ കൊടുക്കും. ബർത്ത്ഡേ വരുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളാൽ സെലിബ്രേറ്റ് ചെയ്യാതെ അവിടെയൊക്കെയാണ് പോയിട്ടാണ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ സാധാരണ ട്രെയിനിലാണ് വരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് മോളുടെ ഹോൾ ടിക്കറ്റ്, മോൾ 10th പഠിക്കുന്നത്. അപ്പം മോളുടെ ഹോൾ ടിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ട്രെയിന് കിട്ടിയില്ല. അപ്പോൾ ബസ്സിന് ബുക്ക് ചെയ്തു. ബസ് ഇവിടെ എത്താൻ ഒത്തിരി ലേറ്റായി, 2 മണിക്കൂർ. 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. പക്ഷേ അപ്പോഴും ഡൗട്ട് ഉണ്ടായിരുന്നു അച്ഛനെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത്. വരുന്ന വഴിക്കൊക്കെ ബസ്സിലിരുന്ന് മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തി എന്തോ ഭാഗ്യത്തിന് ഉച്ച കഴിഞ്ഞിട്ട് അച്ഛനെ ഇല്ല. പക്ഷേ ആ ഉച്ചയ്ക്ക് അച്ഛൻ പോകുന്നതിൻ്റെ 1:30 ആ സമയം വരത്തില്ല, ലാസ്റ്റ് സമയത്ത് ഞങ്ങൾക്ക് അച്ഛനെ കണ്ട് മോൾക്ക് അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് കഴിഞ്ഞു. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇവിടെ അച്ഛനെ കാണാൻ പറ്റി. ഹസ്ബൻഡിൻ്റെ ഫിനാൻസ് കമ്പനിയിലെ പ്രോബ്ലം വന്നപ്പോൾ അച്ഛനെ കാണാനും പറ്റി. സാധാരണ അച്ഛൻ ധ്യാനത്തിൽ പറയാറുണ്ട്, ഞാനാണ് ഉടമ്പടി എടുത്തത്, ഹസ്ബൻഡല്ല. അപ്പം ഭാര്യയുടെ ഉടമ്പടിയിൽ അങ്ങനെ നടക്കില്ല എന്ന്. ഒത്തിരി അസുഖമുള്ളവർക്ക്, ക്യാൻസർ പേഷ്യൻസിന്, അവർക്കൊക്കെയാണ് അച്ഛനെ കാണാനുള്ള, ഭാര്യയുടെ ഉടമ്പടിയിൽ ഭർത്താവിനെ അങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ അന്ന് എന്താണെന്ന് അറിയില്ല, ഞാൻ വന്ന് എഴുതി കൊടുത്തു. അച്ഛനെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ടോക്കൺ കിട്ടി. അങ്ങനെ ഹസ്ബൻഡ് അച്ഛനെ കാണാൻ പറ്റി. വിഷമങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ കാശ് രൂപം കൊടുത്തു. അത് വെച്ചിട്ടാണ് ഇൻകം ടാക്സ് കമ്പനി അവിടെ ഓഫീസറെ കാണാൻ വേണ്ടി പോയത്. അങ്ങനെ ആ പൈസ തിരിച്ചു കിട്ടിയായിരുന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ, ഞാൻ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നിട്ടുണ്ട്. ഞങ്ങൾ ഹിന്ദുസാണ്. അപ്പം എനിക്ക് ഫ്രണ്ട് ലിജിയാണ് ഇവിടെ വരാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയെന്ന് പറഞ്ഞു. അവൾ തന്നെ എനിക്ക് ജപമാല കൊണ്ടുതന്നു, ബൈബിള് കൊണ്ടുതന്നായിരുന്നു. അപ്പോൾ ജപമാല ചൊല്ലാനൊന്നും എനിക്കറിയില്ല, പക്ഷെ അവൾ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. എപ്പോഴും എവിടെയെങ്കിലും പോയി, അങ്ങനെ പുറത്തൊക്കെ പോയി ലേറ്റ് ആവുകയാണെങ്കിൽ തന്നെയും ഉറങ്ങുന്നതിന് മുമ്പേ ജപമാല ചൊല്ലി ബൈബിളൊക്കെ വായിച്ച് കഴിഞ്ഞിട്ട് കിടക്കാറുള്ളൂ. ബൈബിൾ വായിക്കാൻ എനിക്ക് ബൈബിൾ കൊണ്ട് എവിടെയും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫോണിലെങ്കിലും ബൈബിൾ വേർഡ്സ് വായിക്കും. അങ്ങനെയൊക്കെ ഒത്തിരി വളരാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് ചെറുതോ വലുതുമായിട്ടുള്ള ഇനി ഒത്തിരി രോഗസൗഖ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്. പേര് അംബിക തോമസ്. ഞാൻ തിരുവനന്തപുരം സെൻറ് ആൻഡ്രൂസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 1/4/2024. 2024 ഞാനൊരു സാക്ഷ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഒരു അടുത്ത ബന്ധത്തിലെ ഒരാൾ ഞാൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് എന്നെയും എൻ്റെ ഒരു അനിയത്തിയെയും ചേർത്ത് ഒരു ക്രിമിനൽ കേസ് കൊടുത്തിരുന്നു. കേസ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന ആളിൻ്റെ ഒരു കായലിൻ്റെ അരികിൽ കോമ്പൗണ്ട് വാള് പാറ കൊണ്ട് കെട്ടിയിരുന്നത് ഞാനും എൻ്റെ അനിയത്തിയും തള്ളി കായലിലിട്ടെന്നും അവൻ്റെ വീട്ടിനകത്ത് കയറിയുള്ള സാധനങ്ങളെല്ലാം വാരിക്കൊണ്ടുപോയെന്നും പറഞ്ഞാണ് കേസ് കൊടുത്തത്. ഇത് 10 വർഷത്തിന് മുമ്പ് എൻ്റെ അടുത്ത് ഇങ്ങനൊരു കാര്യം ഞാൻ എൻ്റെ കുടുംബ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇത് കേസ് കൊടുത്തതെന്നൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. 6 മാസത്തിന് മുമ്പ് എനിക്കൊരു സമൻസ് വന്നെന്നും പറഞ്ഞ് കോടതിയിൽ നിന്ന് വിളിച്ചിരുന്നു, പോലീസ് സ്റ്റേഷനിൽ നിന്ന്. ഈ സമൻസ് വന്നെന്ന് വിളിക്കുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു. ജോസഫ് അച്ഛൻ ഒരു പള്ളിയിൽ കുർബാന നടത്തുന്നു. ആ കുർബാനയിൽ ഞാനും പങ്കുചേർന്നിരിക്കുന്നു. കുർബാന കഴിഞ്ഞെല്ലാവരും വീട്ടിൽ പോകാനിറങ്ങി. എനിക്ക് ഒരു കായൽ കഴിഞ്ഞാണ് എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടത്. അപ്പം ഞാൻ ആ കായലിൻ്റെ തീരത്ത് ചെന്നപ്പോൾ ആ കായലിൽ സുന്ദരിയായ ഒരു സ്ത്രീ ഒരു സിംഹവുമായിട്ട് ആ കായലിൽ നിൽക്കുന്നു. അത് കാരണം ഞാൻ അതിൻ്റെ അപ്പുറം കടക്കാതെ നിൽക്കുമ്പോൾ ഈ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അപ്പുറത്ത് ഒരു ജയിലാണെന്ന്. ഇത് കേട്ടുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി. അത് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ മോടെടുത്തും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തും ഈ സ്വപ്നത്തെപ്പറ്റി പറയുകയും ചെയ്തിരുന്നു. അന്ന് ഒരു 11-12 മണിയപ്പോഴാണ് എന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് സമൻസിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു കേസിൻ്റെ കാര്യം പോലും ഓർമ്മയില്ല. ഞാൻ ചെയ്യാത്ത ഒരു കുറ്റമാണ്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ ഒരടുത്ത ബന്ധുവാണെന്ന് പറഞ്ഞ്. പക്ഷേ അത് സമൻസ് കാരണം 2 പേരെ ജാമ്യത്തിന് കൊണ്ടുചെന്ന് ജാമ്യം എടുക്കണം. എനിക്ക് അങ്ങനെ 2 പേരെ കൊണ്ടുപോകാനായിട്ട് ആരും ഇല്ലായിരുന്നു. എൻ്റെ അനിയത്തി 2 പേരുമായിട്ട് പോയി ജാമ്യം എടുത്ത്. ഞാനൊരു ഹിയറിങ്ങിനും പോയില്ല. ഞാൻ എൻ്റെ വക്കീലിനെ ഏൽപ്പിച്ച് വക്കീൽ 2 പ്രാവശ്യം കോടതിക്കകത്ത് കയറി. 3ാമത്തെ പ്രാവശ്യം മജിസ്ട്രേറ്റ് ഒന്നീ ജാമ്യം എടുക്കണം, അല്ലെ പ്രതിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ അടുത്തത് വാറണ്ടാണെന്ന് പറഞ്ഞ്. അപ്പോൾ വക്കീൽ എൻ്റെ അടുത്ത് കർശനമായിട്ട് കോടതിക്കകത്ത് കയറാൻ ജാമ്യത്തിന് ആളുമായിട്ട് വരണമെന്ന് പറഞ്ഞ്. ഞാൻ എൻ്റെ ഈ കേസ് എൻ്റെ മാതാവിൻ്റെ അടുത്ത് കരഞ്ഞപേക്ഷിച്ച്, ഞാൻ ചെയ്തിട്ടില്ലാത്തതാണമ്മേ, എനിക്ക് പോകാൻ പറ്റത്തില്ല, എനിക്ക് ജാമ്യത്തിനും എനിക്ക് ആളില്ല, എന്നെ രക്ഷിക്കണമെന്ന്. 3ാമത്തതിനും വക്കീൽ പോയി. ആ 2 പ്രാവശ്യം ഒരാണായിരുന്നു മജിസ്ട്രേറ്റായിട്ട് കയറിയത്. ഈ 3ാമത്തെ പ്രാവശ്യം ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ എൻ്റെ ഈ അടുത്ത ബന്ധുവും കോടതിയിലുണ്ടായിരുന്നു. എന്തൊക്കെയോ പറഞ്ഞിട്ട് സഹോദരി ഉണ്ടായിരുന്നു. ഒരുപാട് ദേഷ്യപ്പെട്ടിട്ട് ഈ കേസ് വെറുതെ വിട്ടതായിട്ട് ഉത്തരവിട്ട്. അത് എൻ്റെ മാതാവ് എന്നെ സഹായിച്ചതാണെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അമ്മ മാതാവിന് 1000 നന്ദി. അടുത്തത് 2024 ഡിസംബറിലെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ പല്ലിന് സുഖമില്ലാത്ത ഈ വിരലുകൊണ്ട് ഇങ്ങനെ പല്ലമർത്തി നോക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്നു. അവർ വേറെന്തോ മഹാരോഗമാണ് അത് മുഖാന്തരം ഉണ്ടാകുന്ന രീതി ഭയപ്പെടുന്നു. അത് ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അത് വർഷങ്ങളായി എൻ്റെ ഇവിടെ ഒരു പല്ല് പഴുത്തിട്ട് എന്നും മോണേന്ന് പഴുപ്പ് വരുമായിരുന്നു. ഞാൻ ഈ കൈവച്ചതിങ്ങനെ അമർത്തി നോക്കുകയും ചെയ്യുമായിരുന്നു. അത് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അത് സുഖപ്പെട്ടതിന് ശേഷം പിന്നെ എനിക്കത് ഉണ്ടായിട്ടില്ല. എനിക്ക് 8-9 വർഷമായി കുളിച്ചതിന് ശേഷവും അല്ലാതെയും ശരീരം ചൊറിച്ചിലുണ്ടായിരുന്നു. ചൊറിഞ്ഞ് ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കാൻ ഒരുപാട് പാടാണ്. ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് അത് എനിക്ക് സുഖപ്പെട്ടു. ഇതാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും വീടുകൾ തോറും ഓട്ടോ സ്റ്റാൻഡിലും മറ്റും എല്ലായിടവും കൊടുക്കാറുണ്ട്. എല്ലാ മാസവും കാരുണ്യ പ്രവൃത്തി എൻ്റെ അടുത്തുള്ളവർ അനാഥാലയത്തിൽ പോയി അവരെ സഹായിക്കാറുണ്ട്. ആഹാര സാധനങ്ങൾ കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് 8-10 പൊതിച്ചോറ് കെട്ടി റെയിൽവേ സ്റ്റേഷനിലും പാവങ്ങൾക്കും കൊണ്ടു കൊടുക്കാറുണ്ട്. ഇതാണ് എൻ്റെ സാക്ഷ്യം. എനിക്കിതെല്ലാം ചെയ്തു തന്ന എൻ്റെ അമ്മ മാതാവിനും കർത്താവായ യേശു ക്രിസ്തുവിനും 1000 നന്ദിയും സ്തുതിയും. ഇനി എൻ്റെ അമ്മ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതെൻ്റെ മകളാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനക്കോടി നന്ദി പറയുന്നു.
എൻ്റെ പേര് പ്രിയ. ഞാൻ തിരുവനന്തപുരം സെൻറ്റ് ആൻഡ്രൂസ് ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 20/11/2023 2017 ഞാൻ കൃപാസനത്തിൽ ആദ്യമായിട്ട് വരുന്നത്. അന്ന് എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം, എനിക്ക് 3 വർഷമായിട്ട് സൈനസൈറ്റിസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. എൻ്റെ 2 പിരികത്തിൻ്റെ എല്ലുകളിലും കഫം കെട്ടി നല്ലപോലെ ബൾജ് ചെയ്തിരിക്കുകയും മുഖത്തെല്ലാം വേദന ഉണ്ടാവുകയും മൂക്കിൽ നിന്ന് കഫത്തിൻ്റെ സ്മെല്ല് ഉണ്ടാവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ അത് ഉടമ്പടി ഉപ്പിട്ട് ആവി പിടിക്കുമായിരുന്നെങ്കിലും എനിക്കത് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചു ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എൻ്റെ ഈ സൈനസൈറ്റിസിൻ്റെ അസുഖം മുഴുവനായിട്ട് മാറുമായിരുന്നു എന്ന്. അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. ജോസഫ് അച്ഛൻ കായലിൻ്റെ നടുവിൽ നിൽക്കുന്നു. അച്ഛൻ വെള്ളത്തിൽ നിന്ന് ഒരു കെട്ട് കൃപാസനം പത്രം എനിക്ക് എടുത്തു തരികയും അച്ഛൻ ഉടമ്പടി ഒരു തൈലം കൊണ്ട് എൻ്റെ നെറ്റിയിൽ നീളത്തിൽ കുരിശ് വരയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ എൻ്റെ ഈ സൈനസൈറ്റിസിൻ്റെ അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല. മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. 15 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് ഈസ്നോഫീലിയയുടെ അലർജി ഉണ്ടായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 3ാമത്തെ പുതുക്കലിന് ശേഷം എൻ്റെ ആ അലർജിയുടെ അസുഖം തുമ്മലായിരുന്നു. എനിക്ക് ആ തുമ്മലിൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാതാവ് ഈശോയെ എനിക്ക് മാറ്റിത്തന്നു. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. 8 വർഷമായിട്ട് എൻ്റെ മുടി നരയ്ക്കുമായിരുന്നു. എൻ്റെ ചെവിയുടെ സൈഡുകളിലും തലയിലെല്ലാം മുടി നരയ്ക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം ഞാൻ തേക്കുന്ന എണ്ണയിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തലയിൽ തേച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മുടിയെല്ലാം കറുക്കുകയും ഇവിടെ ഞാൻ കൗൺസിലറിനെ കണ്ടപ്പോൾ കൗൺസിലർ ഡൈ തേച്ചോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ എൻ്റെ മുടിയെല്ലാം കറുത്തു. മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് പീരീഡ്സ് ആകുമ്പം 3 വർഷമായിട്ട് ഒരു ഫുൾ ഡേ നിൽക്കുന്ന തലവേദന ഉണ്ടാകുമായിരുന്നു. ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതിനുശേഷം എനിക്കെൻ്റെ തലവേദന കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടി. അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. 2017 ഞാൻ സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൽ നിന്ന് വീണിട്ട് എൻ്റെ ബാക്ക് ബോണിൽ ഒരു സ്ട്രാൻഡ് താഴേക്കായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ലൈഫ് ലോങ് എനിക്ക് നടുവേദന ഉണ്ടായിരിക്കും. ഞാൻ ഇരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, നിൽക്കുമ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് നടക്കണം, ലൈഫ് ലോങ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് എത്ര നേരം ഇരുന്നാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ ആ നടുവേദനയുടെ പ്രശ്നം മാതാവ് കംപ്ലീറ്റ് ആയിട്ട് ഈശോയും മാറ്റി തന്നു. അമ്മയ്ക്ക് ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ അടുത്ത സാക്ഷ്യം, എനിക്ക് പനി വരുമ്പോൾ ശ്വാസം മുട്ടലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അതൊരു 15 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഞാൻ ഇൻഹൈലറൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. എപ്പോൾ പനി വന്നാലും ശ്വാസം മുട്ടൽ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാറുണ്ടായിരുന്നു. അത് ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യത്തെ പുതുക്കലിന് ശേഷം ഇന്ന് ഞാൻ ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചേർത്ത് കഴിക്കുമായിരുന്നു. അങ്ങനെ എനിക്കിപ്പോൾ ഒരു ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നം 2 വർഷത്തിൽ കൂടുതലായിട്ട് എനിക്കൊരു ശ്വാസം മുട്ടലിൻ്റെ പ്രശ്നവും ഇല്ല. മാതാവ് ഈശോ എൻ്റെ ശ്വാസം മുട്ടലിൻ്റെ അസുഖം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറ്റി തന്നു. പിന്നെ എനിക്ക് ഷുഗർ കുറയുന്നതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതൊരു 5 വർഷമായിട്ട് എൻ്റെ ഷുഗറിൻ്റെ കൗണ്ട് 80 തന്നെ ആയിരിക്കും. എനിക്ക് എത്ര മധുരം കഴിച്ചാലും എനിക്ക് പിന്നെയും മധുരം കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവുകയും എനിക്ക് മധുരം കഴിച്ചില്ലെങ്കിൽ എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുകയും ഒരു 10 ലഡുവൊക്കെ ഒരുമിച്ച് കഴിച്ചാൽ പോലും എൻ്റെ ഷുഗറിൻ്റെ കൗണ്ട് ഒരെണ്ണം പോലും കൂടില്ലായിരുന്നു. അങ്ങനെ അതെനിക്ക് ഉപവാസമൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മാതാവിനോടും ഈശോയോടും നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കിപ്പം എത്ര നേരം വേണമെങ്കിലും കഴിക്കാതിരിക്കുന്നതിനും പ്രശ്നമില്ല. ഞാൻ എവിടെ പോയാലും മുന്നേ എൻ്റെ ഹാൻഡ് ബാഗിൽ ചോക്ലേറ്റും പഴവും ഒക്കെ കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് ഈ ഷുഗർ കുറയുന്നത് കാരണം ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ എനിക്ക് എത്ര നേരം വേണമെങ്കിലും വിശന്നിരിക്കുന്നതിനും ഒന്നിനും ഒരു പ്രശ്നമില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ അസുഖം മാറ്റിത്തന്നതിന് നന്ദി പറയുന്നു. ഒരു 2 മാസം മുന്നേ ഞാൻ ഉടമ്പടി ആരാധന ധ്യാനം കാണുന്ന സമയത്ത് മാതാവിൻ്റെ ഇടത് കണ്ണ് മാതാവ് അടച്ചു വെച്ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പോൾ ആദ്യം വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും മാതാവ് കണ്ണെന്തിനാണ് അടച്ചു വെച്ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ രാവിലെ ഒരു സ്വപ്നം കണ്ടു. എൻ്റെ അമ്മയും ഞാനും സംസാരിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് പറയാനായിട്ട് എൻ്റെ അമ്മയുടെ റൂമിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മയുടെ ഇടത് കണ്ണ് ഒരു രക്തക്കട്ട പോലെ ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു.
പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പും വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിലേക്കുള്ളൊരു ഞരമ്പ് കട്ടായി പോയതാണെന്ന്. 3 ആഴ്ചയെങ്കിലും എടുക്കും ഇത് മാറാനാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം കാരണം 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ കണ്ണിൻ്റെ റെറ്റിനൽസ് എല്ലാം കംപ്ലീറ്റ് മാറ്റി തന്നു. ഞാൻ ഉടമ്പടി എടുത്തത് വഴിയായി ഈശോ എനിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ തന്നിട്ടുണ്ട്. എൻ്റെ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ഈശോയോടും മാതാവിനോടും ഒരുപാട് അടുക്കാനും അവരോട് എപ്പോഴും ഈശോയോടും മാതാവിനോടും എപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാനും എൻ്റെ ബന്ധം കൂടുതലായി വളരാനും എനിക്ക് സാധിച്ചു. എൻ്റെ ഈശോയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഇവിടെ കൃപാസനത്തിൽ വന്നിട്ട് ഒരുപാട് പ്രാവശ്യം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഉടമ്പടി 3 പ്രാവശ്യം പുതുക്കുമ്പോഴും 3 പ്രാവശ്യം എനിക്ക് മാതാവിനെ പ്രദക്ഷിണത്തിന് കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ പ്രാവശ്യവും കിട്ടുന്ന എല്ലാ മാസവും കൃപാസന പത്രം വാങ്ങി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും വീടുകൾ തോറും പൊതുസ്ഥലങ്ങളിലും എല്ലാം കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞും ഈശോയെക്കുറിച്ച് പറഞ്ഞും മാതാവിനെക്കുറിച്ച് പറഞ്ഞും വിതരണം ചെയ്യാറുണ്ട്. കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാ മാസവും എനിക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ദശാംശം കൊടുക്കാറുണ്ട്. ഓൾഡ് ഏജ് ഹോമിലുകളിൽ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കുകയും അവരോട് സംസാരിച്ചിരിക്കുകയും അവിടെ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എൻ്റെ ആത്മീയ വളർച്ച ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്ന് വരെ ഞായറാഴ്ച പോലും എൻ്റെ അമ്മ എന്നെ നിർബന്ധിച്ചാലല്ലാതെ ഞാൻ കുർബാനയ്ക്ക് പോകില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ കുർബാനയ്ക്ക് പോവുകയും ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം പറ്റുന്ന പോലെ എല്ലാം കുർബാനയ്ക്ക് പോകാറുണ്ട്. ഉടമ്പടി എടുക്കുന്നത് വരെ ഞാൻ ജപമാല ചൊല്ലില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും ഒരുപാട് ജപമാല ചൊല്ലാറുണ്ട്. മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും ബൈബിള് വായിക്കാറുണ്ട്. ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ജോസഫച്ചൻ്റെ ധ്യാനം കൂടുകയും അവർ ഡെയിലി ബ്രെഡ് പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ കാണുകയും ചെയ്യാറുണ്ട്. ഉടമ്പടിയിലെ ഉപവാസം മുടക്കാറില്ല. എല്ലാ ശനിയാഴ്ച ദിവസവും ഉപവസിക്കാറുണ്ട്. ഇത്രയും എല്ലാം എൻ്റെ രോഗസൗഖ്യങ്ങളും നന്ന എൻ്റെ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ മകനെയും ഈ നടയിൽ നിർത്തിയതിന് അമ്മ മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അൻസൂലിയ ഫിലിപ്പ്. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 28 ജൂലൈ 2023. ഇതെൻ്റെ 9ാമത്തെ പുതുക്കലാണ്. അമ്മ മാതാവ് എൻ്റെ ജീവിതത്തിൽ അനേകായിരം ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യമായിട്ട് ഞാനൊരു അധ്യാപികയാണ്. ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേറ്ററ്റ് എന്ന പരീക്ഷ ഗവൺമെൻറ് വളരുന്നത് കമ്പൽസറി ആയി. അപ്പോൾ ഞാൻ ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് ഈ കേറ്ററ്റ് 1 എന്ന പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഒരു വിജയവും എനിക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എന്നെ ഈ കൃപാസന പള്ളി പരിചയപ്പെടുത്തിയതും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. അമ്മ മാതാവിനോട് നിയോഗമായി എൻ്റെ ഈ കേറ്ററ്റ് എക്സാം ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു പ്രയാസമായിരുന്നു. ഇത്രയും പരീക്ഷ എഴുതിയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു വിജയവും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ഞാൻ ആ ശ്രമം വരെ വിട്ടതായിരുന്നു. പിന്നെയും ഈ ഗവൺമെൻറ് ഭയങ്കര റൂള് കമ്പൽസറി ആയി. ഇത് ഇല്ലെങ്കിൽ നമുക്കൊരു എയ്ഡഡ് സ്കൂളിൽ കയറാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ കാറ്റഗറി 2 എന്ന ഒരു എക്സാം എഴുതാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ കാറ്റഗറി 2 പഠിക്കാനായിട്ടുള്ള ഒരു സാഹചര്യവും എന്നെ സംബന്ധിച്ചില്ലായിരുന്നു. കാരണം ഞാൻ ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് എനിക്ക് ഒന്നിനും പഠിക്കാൻ പോലും എനിക്ക് സമയമില്ലായിരുന്നു. അതുതന്നെയായിരുന്നു കാരണം. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഇതെൻ്റെ ലാസ്റ്റ് ചാൻസാണ്. ഇനി എനിക്ക് വീണ്ടും ഒരു പരീക്ഷ എഴുതുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഞാൻ വളരെയേറെ ഭാരപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ പൂർണ്ണമായി വിശ്വസിച്ചു. ഞാൻ കാറ്റഗറി 2 അമ്മ മാതാവിനെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ പരീക്ഷ എഴുതി. എൻ്റെ 1 വർഷത്തോളമായി ഈ കാറ്റഗറി 2ൻ്റെ റിസൾട്ട് വരാനായിട്ട് താമസം വന്നു.
അങ്ങനെ ഇരിക്കെ ഞാൻ 6ാമത് ഉടമ്പടി പുതുക്കി ഞാൻ തിരിച്ച് എൻ്റെ ഭവനത്തിൽ പോയിരുന്ന സമയത്താണ് എൻ്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് കാറ്റഗറിയുടെ എക്സാമിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തെന്ന്. ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞില്ല. ഞാൻ വീട്ടിൽ ചെന്നു. അതിനുശേഷം തിരി കത്തിച്ചു, പച്ച തിരിയും നീലത്തിരിയും കത്തിച്ച് മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ, റിസൾട്ട് നോക്കുമ്പോൾ എനിക്ക് അമ്മ സന്തോഷത്തിനൊരു വക തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചത് ലാപ്ടോപ്പിൽ ഉടമ്പടി തൈലം വെച്ചുകൊണ്ട് കുരിശു വരച്ച് ഞാൻ റിസൾട്ട് നോക്കിയപ്പോൾ അമ്മ മാതാവ് കേറ്ററ്റ് 2 എനിക്ക് 90 മാർക്ക് നൽകി എന്നെ വിജയിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞ ഒരു കാര്യമാണ്, അമ്മേ, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഉടനെ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി. ഇതാണ് എൻ്റെ സർട്ടിഫിക്കറ്റ്. ഇതാണ് എനിക്ക് അമ്മ തന്ന വിജയത്തിൻ്റെ ഒരു സാക്ഷ്യപത്രം. അമ്മ മാതാവിനും യേശുപ്പച്ചനും കോടാനുകോടി നന്ദി. അടുത്തൊരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മകൻ്റെ രോഗസൗഖ്യം തന്നെയായിരുന്നു. എൻ്റെ മകന് 2 വയസ്സിൽ കൂടുതലായിട്ട് വിട്ടുമാറാത്ത ചുമ, ശ്വാസതടസ്സം, അഡിനോയിഡിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെയും രാത്രിയിലുമായിട്ട് മകനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. മരുന്ന് കൊടുക്കും, നെബുലൈസേഷൻ ചെയ്യും, പഫ് അടിക്കും, ഇതെല്ലാം ചെയ്യും. കുറച്ച് നാളത്തേക്ക് ആശ്വാസവും പിന്നെയും അതേപടിയായിരുന്നു. അങ്ങനെ ഞാൻ അതും മാതാവിൻ്റെ സന്നിധിയിൽ ഞാൻ പറഞ്ഞു, മാതാവേ, അത് ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ്, കുഞ്ഞിനും പ്രയാസമാണ്. കാരണം കുഞ്ഞിന് ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും തന്നെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം കുഞ്ഞ് എന്ത് കഴിച്ചാലും അത് ചുമയിലൂടെ പിന്നീട് ഛർദിലായി കുഞ്ഞും അസ്വസ്ഥതയിലൂടെയാണ് പോകുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ കൃപയാൽ ഒരു ഡോക്ടറിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഭക്ഷണ രീതിയിൽ ഞങ്ങൾ ചിട്ട പാലിച്ചു. അതുപോലെ തന്നെ എല്ലാ ദിവസവും മകന് ഞാൻ ഉടമ്പടി തേനും ഉടമ്പടി ഉപ്പും ഞാൻ മകന് കൊടുക്കുമായിരുന്നു. ഉടമ്പടി തൈലം നെറ്റിയിൽ രാവിലെയും പകലും ഞാൻ മകനെ നെറ്റിയിൽ കുരിശു വെച്ച് പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാനിവിടെ വന്ന അമ്മയോട് പറഞ്ഞു, എൻ്റെ മകന് ഇനി ഡോക്ടറിനെ കാണാൻ പോകുന്ന സന്ദർഭത്തിൽ ഡോക്ടർ പറയുകയാണ്, ഇനി പഫും വേണ്ട, നെബുലൈസേഷനും വേണ്ട, അവന് പൂർണ്ണമായി സൗഖ്യം കിട്ടി എന്ന് പറയണം. അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ മാതാവിനെ കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞിനെ കാണിക്കുമെന്ന് പറഞ്ഞു. ഞാൻ എന്താണോ മാതാവിനോട് പറഞ്ഞത്, മാതാവ് അതേപടി എനിക്ക് ഡോക്ടറിൻ്റെ വായിൽ നിന്ന് അത് തന്നെ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. മകന് ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല, മകൻ പൂർണ്ണ സൗഖ്യമാക്കിയിരിക്കുകയാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞതുപോലെ മാതാവിൻ്റെ അടുത്ത് ഞാൻ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. അതുപോലെ തന്നെ ഈ അസുഖവുമായി ബന്ധപ്പെട്ട് ഞാനൊരു സ്വപ്നമാണ് കണ്ടത്. ഉച്ചയ്ക്ക് ഞാൻ ഉറങ്ങുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കാണുകയാണ്. ഹോസ്പിറ്റലിൻ്റെ ഒരു റൂം, അവിടെ ഒരു കട്ടിലിൽ എൻ്റെ മകൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു അമ്മയാണ് കാണുന്നത്. അമ്മ ഒരു സാരി ഉടുത്ത് നല്ല വണ്ണമുള്ള, അധികം നീളമില്ലാത്ത ഒരു അമ്മയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ വെപ്രാളം പിടിച്ച് എൻ്റെ മകൻ്റെ രോഗത്തെ ഓർത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സന്ദർഭമാണ് ഞാൻ കാണുന്നത്. പെട്ടെന്ന് ഞാൻ അമ്മയുടെ അടുത്തോട്ട് ഓടിച്ചെന്നിട്ട് അമ്മ ഇങ്ങനെ പെട്ടെന്ന് വാതിലടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാതിലടയ്ക്കുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അമ്മേ, എൻ്റെ മകൻ്റെ രോഗസൗഖ്യം മാറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നിൻ്റെ മകൻ്റെ രോഗസൗഖ്യം മാറും, കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അതേപടി ഇപ്പോൾ കുഞ്ഞിന് യാതൊരു തരത്തിലുള്ള ചുമയാട്ടെ അഡിനോയിഡിൻ്റെ അസ്വസ്ഥതയാട്ടെ ഒന്നും തന്നെ ഇല്ല. മകന് പൂർണ്ണമായി സൗഖ്യമാണ് കിട്ടിയത്. പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. കാരണം ഞാൻ എല്ലാവരോടും ഇങ്ങനെ എല്ലാം ഓപ്പണായിട്ട് പറയുന്ന ഒരു വ്യക്തിയല്ല. പക്ഷേ ഞാൻ എൻ്റെ എന്ത് കാര്യം, അത് സങ്കടമാകട്ടെ സന്തോഷമാകട്ടെ, എല്ലാം ഞാനിപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ അമ്മ മാതാവിനോടാണ്. ഞാൻ എല്ലാ ദിവസവും രാവിലെ സ്കൂളിൽ പോകുമ്പോഴായാലും തിരിച്ചു വരുമ്പോഴായാലും വന്ന് അമ്മയോട് പറയും, അമ്മേ, ഞാൻ വന്നു കേട്ടോ, വീട്ടിൽ വന്നു കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ പ്രാർത്ഥന ജീവിതം മുന്നോട്ട് പോകുന്നത്. ഞാൻ പഠിപ്പിക്കുന്നത് കുഞ്ഞുകുട്ടികളെയാണ്. കുഞ്ഞുകുട്ടികളെന്ന് പറയുമ്പോൾ 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങളാണ്. അവിടെയും ഞാൻ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ഈ ഒരു കുഞ്ഞു ഫോട്ടോ ഉണ്ട്. അവിടെ വെച്ച് എൻ്റെ ഈ കുഞ്ഞുങ്ങളെ എല്ലാം വിളിച്ചു നിർത്തി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തനം ഞാൻ ചെയ്യുന്നത് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, സാമ്പത്തികമായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്യും. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രായമുള്ള അപ്പച്ചന്മാർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ മോൻ്റെ ബർത്ത്ഡേ ആയാലും അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ഒക്കെ ഞങ്ങൾ ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അവരോട് ചോദിക്കും, എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കും. അപ്പോൾ അവരത് ആവശ്യം എന്താണോ ഉള്ളത് അത് ഞങ്ങളോട് പറയുകയും
അമ്മയും ഞാനും എൻ്റെ ഹസ്ബൻഡും മകനും കൂടിയാണ് അവിടെ കൊണ്ടുപോയി എല്ലാം കൊടുക്കുന്നത്. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഉടമ്പടി പത്രം, ഞാൻ എല്ലാ മാസവും ഇവിടെ വരും, അമ്മയെ കാണും, പ്രാർത്ഥിക്കും, ഉടമ്പടി പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും. അന്ന് ഞാൻ ആർക്കും കൊടുക്കത്തൊന്നുമില്ല. ഞാൻ വീട്ടിൽ ചെന്ന് ഞാൻ എല്ലാ പത്രവും മാതാവിനെയും യേശുവച്ചനെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കും. ഈ പത്രം ചെല്ലുന്നിട, അല്ലെങ്കിൽ ചിലപ്പോൾ ദുഃഖമായിരിക്കാം, രോഗമുള്ളവരുടെ ഇടയിലായിരിക്കാം, ഇത് വായിച്ച് ദൈവത്തെ കൂടുതൽ അടുത്തറിയാൻ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാണ് പത്രം കൊടുക്കുന്നത്. ഓരോ പത്രത്തിലും ഞാൻ ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരയ്ക്കും. അതിനുശേഷം ഒരു വാക്യം ഞാൻ ആ ഓരോ പത്രത്തിൽ എഴുതി, സ്കൂളിൽ ഞാനും മകനും ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാൻ റോഡുകളിലും ഓട്ടോറിക്ഷയിൽ കിടക്കുന്ന അവിടുത്തെ ചേട്ടന്മാർക്കും കടകളിലും ഒക്കെയാണ് ഞാൻ ഉടമ്പടി പത്രം ഞാൻ കൊടുക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ പള്ളികളിലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പള്ളികളിലൊക്കെ കൊടുക്കുമ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ പത്രമെല്ലാം പെട്ടെന്ന് തീരും. അപ്പം എനിക്ക് തന്നെ ഒരു സംതൃപ്തിയില്ല, ഇത് പെട്ടെന്ന് തീർന്നാൽ പോരാല്ലോ, നമ്മുടെ സാക്ഷ്യം അവരെ അറിയിച്ചുകൊണ്ട് വേണമല്ലോ പറയണം. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഇനിയും പള്ളികളിലൊന്നും പത്രം കൊടുക്കില്ല, ഞാനിങ്ങനെ മറ്റുള്ളവർക്കേ കൊടുക്കത്തുള്ളൂ. അന്ന് മുതൽ ഞാൻ പള്ളികളിൽ കൊടുക്കുന്നത് നിർത്തി. ഞാൻ ഇതുപോലെ റോഡുകളിലൊക്കെ പോകുന്നവർക്കും അടുത്തുള്ളവർക്കും എന്നോട് കൂടെ വർക്ക് ചെയ്യുന്നവർക്കും ഒക്കെയാണ് ഞാൻ എൻ്റെ പത്രം ഞാൻ കൊടുക്കുന്നത്. എല്ലാ ദിവസവും വളരെ ചിട്ടയായിട്ട് ഇപ്പം ഞാൻ ഏകദേശം ഒരു 4 വർഷത്തിൽ കൂടുതലായി ഉടമ്പടിയിലായിരിക്കുന്നു. ഇതിൽ ഇത്രയും വർഷമായിട്ട് ഒരു തരത്തിലുള്ള പ്രാർത്ഥന ജീവിതത്തിൽ ഞാൻ ഒരു മുടക്കവും വന്നിട്ടില്ല. ഇനിയും എൻ്റെ വീട് വിട്ട് എവിടെയെങ്കിലും പോകുക തന്നെയാണെങ്കിലും ഞാൻ ഉടമ്പടി തൈലവും തേനും ഉപ്പും അതുപോലെ പ്രാർത്ഥന ബുക്കും ബൈബിളും എല്ലാം കൊണ്ട് തന്നെയാണ് പോകുന്നത്. എനിക്ക് സാഹചര്യം അനുസരിച്ച് ഞാൻ ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും രാവിലത്തെ വൈകുന്നേരത്തെ പ്രാർത്ഥനയും ഞാൻ ചൊല്ലാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിങ് എല്ലാ ദിവസവും ഞാൻ കേൾക്കും, അത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ ഉടമ്പടിയിലായ്മ തൊട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസോ അങ്ങനെയൊന്നും ഇടുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ ഉടമ്പടിയിലായതിനു ശേഷം ഞാൻ എല്ലാ ദിവസവും ഒരു വാക്യം വെച്ച് ഞാൻ എൻ്റെ സ്റ്റാറ്റസായിട്ട് വാട്സപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത്രയും വിചാരിച്ചില്ല എൻ്റെ ഈ സ്റ്റാറ്റസൊക്കെ കാണുന്നതുണ്ട്. പക്ഷേ ഇത് കണ്ട് പലരും എന്നോട് വന്ന് പറഞ്ഞു, ഇത് മാമിൻ്റെ വാക്യം കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ് അന്നത്തെ ദിവസവും. അതൊക്കെ കേട്ടപ്പോൾ വളരെ വളരെ സന്തോഷമാണ് ഉണ്ടായത്. പിന്നെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലും ചെയ്തു തന്ന എല്ലാവിധ അനുഗ്രഹത്തിനും അമ്മ മാതാവിനും യേശുവപ്പച്ചനും നന്ദി പറയുന്നു. എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ഉള്ളിടത്തോളം കാലം ഉടമ്പടിയിലൂടെ ജീവിക്കാൻ എന്നെ എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ എന്ന് മാത്രമാണ്. ഞാനൊരു മർത്തോമക്കാരിയാണ്. മർത്തോമക്കാരിയായ ഞാൻ സ്റ്റാറ്റസ് ഇട്ടേക്കുന്ന എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇട്ടേക്കുന്നത് മാതാവിൻ്റെ പിക്ചറാണ്. മർത്തോമയിലുള്ളവർക്കറിയാം ഞങ്ങൾക്ക് മാതാവില്ല എന്ന്. പക്ഷെ പലരും എന്നോട് ചോദിച്ചു, എന്തിനാണ് ഈ മാതാവിനെ ഇട്ടേക്കുന്നത്? പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു, അത് എൻ്റെ വിശ്വാസമാണ് മാതാവിനോടുള്ളത്. കാരണം അമ്മയോട് പറഞ്ഞാൽ അമ്മ മകനോട് പറയും എൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ മകൻ അത് ഒരിക്കലും നിരസിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇന്ന് എനിക്ക് നാളത്തെക്കുറിച്ചുള്ള ഒരു വിചാരമില്ല. കാരണം ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ജീവിച്ച് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി എന്നും മാതാവിനെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിനും യേശുവപ്പച്ചനും കോടാനുകൂടി നന്ദി.